കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഇതൊരു ചെറിയൊരു കരക്കോട്ട് നമ്മൾ വിശ്വസിക്കുന്നു. അത് കരക്കോണം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇവർ പറഞ്ഞു. അതുകൊണ്ട് എവിടെ പോണേന്ന് എനിക്ക് കാലത്തറിയാത്തോണ്ട് ഞാൻ വീട്ടിലല്ല, ചെറിയൊരു കരക്കോട്ടിലാണ് നമ്മൾ പോണത്. അങ്ങനെ കൂട്ടുകാരെ, മീനുക്കുട്ടി പറഞ്ഞതുപോലെ നമ്മളൊരു കുഞ്ഞ് യാത്ര പോവേണ്ടോ. അപ്പോൾ സ്ഥലമൊന്നും അവിടുത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാണിക്കൽ പാറയിലേക്കാണ് കേട്ടോ. വെള്ളാണിക്കൽ പാറ എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു മിനി പൊന്മുടിയാണല്ലേ വെള്ളാണിക്കൽ. മിനി പൊന്മുടി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പോകുന്ന ഈ റൂട്ട് വഴി ചെറുതായിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് നമ്മൾ വെഞ്ഞാറമൂട് നിന്ന് പോത്തങ്കോട് ഏരിയയിലോട്ടാണ് പോകുന്നത്. വെഞ്ഞാറമൂടിനും പോത്തങ്കോടിനും ഇടയ്ക്കാണ് ഈ വെള്ളാണിക്കൽ പാറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാറയുള്ളത്. ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആദ്യകാലത്ത് ആരും അറിയപ്പെടാത്ത, അല്ലെങ്കിൽ ഇത്രയും ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്ന് അറിയപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ വെള്ളാണിക്കൽ പാറ എന്ന് പറയുന്നത്. മുളയം പാലം വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. മുളയം പാലമാണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുളയം പാലം കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. പോകുമ്പോൾ ഉള്ള ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ മലഭാഗം, നമ്മൾ ഈ കാണുന്ന മലഭാഗം തന്നെയാണ് വെള്ളാണിക്കൽ പാറ. നമ്മൾ ഈ ആ മലഭാഗത്ത് നമുക്ക് പോകാം. ചുറ്റി കയറി പോകുമ്പോൾ നമുക്ക് വെള്ളാണിക്കൽ പാറയുടെ വ്യൂ പോയിന്റിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ. അവിടെ ഒരു എന്തുണ്ട്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ നമുക്ക് വ്യൂ പോയിന്റും ഉണ്ട് കേട്ടോ അവിടെ. അതായത് കാണുന്നുണ്ടോ, ഇതാണ് വെള്ളാണിക്കൽ പാറയിലോട്ട് കയറുന്നത്. വെള്ളാണിക്കൽ പാറയുടെ യഥാർത്ഥ പേര് അവിടെ ടോപ്പിൽ പറയപ്പെടുന്നത് പാറമുകൾ എന്നാണ് കേട്ടോ ഇവിടെ സ്ഥലം അറിയപ്പെടുന്നത്. ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഇപ്പൊ പോയപ്പോ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഒരു 5 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു പാറയാണ് കേട്ടോ ഈ വെള്ളാണിക്കൽ ഈ ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം 23 ഏക്കറോളം ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ 5 ഏക്കറോളമാണ് പാറ ഉള്ളത് കേട്ടോ. പിന്നെ ഈ ഹിൽ ടോപ്പിലായിട്ട് ഒരു ചെറിയ അമ്പലമുണ്ട്, ഒരു ആയിരവല്ലി ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. പ്രത്യേക ദിവസങ്ങൾ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ ഗിരിവർഗത്തിൽപ്പെട്ട കാണിക്കാരാണ് അവിടുത്തെ പൂജകളൊക്കെ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട ക്ഷേത്രം. അപൂർവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവിടുത്തെ നട തുറക്കുന്നത് കേട്ടോ. ഈ ക്ഷേത്രത്തിന് 80 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് തുടർന്ന് നമുക്ക് അങ്ങനെ അറിയത്തില്ല, പറഞ്ഞു കേട്ട അറിവാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 അടി ഉയരെയായിട്ടാണ് നമ്മുടെ ഈ വെള്ളാണിക്കൽ പാറ സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ പൊന്മുടി പോലെ തന്നെ, പൊന്മുടി പോലെ എന്ന് പറയുമ്പം അതുപോലെ ഒരു തണുത്ത അന്തരീക്ഷം. അതായത് രാവിലെയും ഇവിടെ വരാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവുമാണ് കേട്ടോ. അപ്പോഴാണ് അടിപൊളിയായിട്ട് ഇത് സൂര്യാസ്തമയം കാണാം, ഉദയം കാണാം കേട്ടോ. അതിനു വേണ്ടി നമ്മളിപ്പോ ഒരു 4-4:30 ആ സമയത്താണ്, 5 മണി ആ സമയത്തൊക്കെ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. ഇവിടെ പട്ടം പറത്താൻ പറ്റും കേട്ടോ. ഈ കാണുന്നുണ്ടോ പട്ടം നമ്മളെ കുട്ടികളും പറത്തുന്നുണ്ട്. പട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് പട്ടം പറക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോഴാണ് കേട്ടോ ഇവിടെ ചെറിയ ചെറിയ ഈ കച്ചവടങ്ങളൊക്കെ ഉണ്ടായത്. മുമ്പ് ഇങ്ങനെ ചെറിയ കച്ചവടമൊന്നുമില്ല. ഇപ്പൊ പ്രധാന കച്ചവടം കളിപ്പാട്ടവും ഈ പട്ടമാണ് കേട്ടോ. ഇവിടെ വരുന്ന കുട്ടികളിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഒരു പട്ടമുണ്ട്. പിന്നെ നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് കടലിന്റെ ഭാഗവും പിന്നെ നമ്മുടെ സിറ്റിയുടെ പകുതികളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഈ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഏത് സമയത്ത് ഒരേ കാലാവസ്ഥയാണ്, നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. നമുക്ക് ആ ചൂട് ഒരിക്കലും നമ്മളിവിടെ നിൽക്കുമ്പോൾ അറിയത്തില്ല. നമുക്ക് അല്ലേ, എപ്പോഴും നല്ല കാറ്റായിരിക്കും, നല്ല കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ നട്ടുച്ച സമയത്ത്, നട്ടുച്ചയല്ല, വൈകുന്നേര സമയത്താണെങ്കിൽ തന്നെ നല്ല വെയിലുള്ള സമയത്ത് നമ്മളവിടെ നിന്നപ്പോഴത്തേക്കും നമുക്ക് നല്ല തണുത്ത കാറ്റാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പൊ ചെറിയ കച്ചവടമൊക്കെ ഉണ്ട്. പിന്നെ പരന്ന പാറയാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ സേഫായിട്ട് നിൽക്കാവുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊക്കെ നിൽക്കാനും ഓടിക്കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടല്ലേ, പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റിൽ നമുക്ക് ഇതുവരെ ഏകദേശം എനിക്കൊന്ന് 3ാമത്തെ തവണയാണ് നമ്മൾ ഈ വെള്ളാണിക്കൽ പാറ വരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് വ്യൂ പോയിന്റിൽ ഇതുവരെയും കയറാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം എപ്പോഴും അവിടെ തിരക്കായിരിക്കും കേട്ടോ. ഒരു ചെറിയ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ രാവിലെ എനിക്ക് തോന്നുന്നു വെളുപ്പിനൊക്കെ വരുന്ന സമയത്ത് മാത്രമേ അങ്ങനെ കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ മുമ്പത്തെ പലരുടെയും വീഡിയോയിൽ ആ വ്യൂ പോയിന്റിൽ കയറിയിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്.
പക്ഷേ നമുക്കിതുവരെ അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. നമ്മളവിടെ നിന്ന് കൊണ്ടുള്ള വീഡിയോ മാത്രമേ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഈ വ്യൂ പോയിൻ്റ് പണിത ഒരാൾക്ക് ഇവിടെ നല്ല പൂന്തോട്ടവും പിന്നെ ആ വ്യൂ പോയിൻ്റ് ഇതുകൂടെ നല്ല രീതിയിലൊക്കെ പണിയണമെന്നായിരുന്നു ആഗ്രഹമെന്നും, പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ആഗ്രഹം സാധിക്കാതെ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് കേട്ടോ പറയുന്നത്. അറിയത്തില്ല, പക്ഷെ നല്ല ടൂറിസത്തിന് വളരെയേറെ സാധ്യതകളുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ, മുമ്പത്തെ പോലെ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ടു നോക്കുമ്പോ തന്നെ നമുക്കറിയാം. നമ്മളിപ്പോ പൊന്മുടിയുടെ ടോപ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോ കാണുന്ന ഏകദേശം മഞ്ഞില്ലാന്നേ ഉള്ളൂ. മഞ്ഞ് പക്ഷെ ഉണ്ടാവും കേട്ടോ, ഇവിടെ മഞ്ഞുണ്ടാവും. മഞ്ഞുള്ള ടൈമുണ്ട്. നമ്മള് എന്താ പറഞ്ഞാൽ എപ്പോഴും ഇപ്പൊ നമ്മൾ ഈ സമയത്തൊക്കെ ചെല്ലുമ്പോൾ സാധാരണ പൊന്മുടി പോയി ഈ സമയത്ത് മഞ്ഞ് കാണും. പക്ഷെ ഇത് ഇത്തുകൂടെ ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ആ ഇരുണ്ട് കയറുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല മഞ്ഞാവുന്ന സമയമാണ്. നമ്മളത് കണ്ടിട്ടില്ല, പക്ഷെ മഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊന്മുടിയിലൊന്നും പോയി കാണാൻ പറ്റാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ഏരിയ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളയണിക്കൽ പാറ എന്ന് പറയുന്നത്. അതെ, നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ തന്നെ. അങ്ങനെ നമ്മളൊന്ന് ഇരുന്നിട്ട് നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് നമ്മളെ കുറേ നേരം വരെയൊക്കെ ഇരുന്നിട്ട് നല്ല കാറ്റൊക്കെ അവർ ശരിക്കും എൻജോയ് ചെയ്ത് നടക്കായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ഇവിടെ ഐസ്ക്രീം അതുപോലെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിയില്ല. ചായ ഉണ്ട്, ചായ അങ്ങനെ ഉള്ളത്. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയുള്ളതിന് ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ ഒന്നും ആഹാരമായിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് കണ്ടോ, അസ്തമയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എടുത്തില്ല കേട്ടോ, ഫുള്ള് അസ്തമയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മറയാറായി. അത് മറയാറായി. ഇവിടെ വന്നാൽ നല്ലതുപോലെ അതും കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ പോയപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു അല്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നമ്മൾ ഈ ഓണത്തിന്റെ അവധി ദിവസമാണ് കേട്ടോ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു ക്ഷേത്രം, നല്ല പണ്ടത്തെ ആ തനിമ നിലനിർത്തിക്കൊണ്ടാണ് കേട്ടോ ആ ക്ഷേത്രം ഇപ്പോഴും ഉള്ളത് അവിടെ. ഇതുവരെ നമ്മൾ തുറക്കണ അത് കണ്ടിട്ട് അല്ല, നമ്മൾ പോയ ദിവസം വെള്ളയാണിക്കൽ വേറൊരു ക്ഷേത്രം കൂടി ഉണ്ടല്ലേ, ദേവി ക്ഷേത്രമുണ്ട്. അതും ഇതും ഒരേ പോലത്തെ ക്ഷേത്രം എന്ന് വെച്ചാൽ പാരമ്പര്യം അത്രത്തോളം ഉള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ വ്യൂ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങൾ ഒരുപാട് പണ്ട് കാലങ്ങളല്ല, ഒരുപാട് പഴക്കമൊന്നുമില്ല. ഈ ഇടയ്ക്കൊക്കെ നമ്മൾ കോളേജ് കുമാരികളും കുമാരന്മാരൊക്കെ കിടന്ന് കറങ്ങുന്ന സ്ഥലമായിരുന്നു. അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞ അവിടെ ലൈറ്റ് ഇല്ലെന്ന്, പക്ഷെ ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം എന്തുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ ചെന്നപ്പോ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു, അടിച്ചു പിടിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ ലൈറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലമായി. ലൈറ്റ് ഒത്തിരി ആളുകളും ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയത് നല്ല തിരക്കില്ലായിരുന്നു. ഇവിടെയൊക്കെ ഉള്ളവർക്ക് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ വെള്ളയണിക്കൽ പാറ എന്ന് പറയുന്നത്. എനിക്കൊന്നും ഇനി ഭാവിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമായിരിക്കും കേട്ടോ, ഇത്രയും ആളുകളൊക്കെ വരുന്നതുകൊണ്ട്. പാർക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വെള്ളയാണിക്കൽ പാറയിൽ നിന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഞങ്ങളെ യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. താങ്ക് ഫോർ വാച്ചിങ്.